ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ 2 പൂരിയും പിന്നെ പൊട്ടറ്റോ ബാജിയും സവോളയാണ്, അതായത് ചെറിയ സാലഡ് പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ഈ എണ്ണയല്ലാത്ത സാധനങ്ങൾ കഴിക്കാവോ എന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ആഹാര സാധനം വേണമെങ്കിലും കഴിക്കാം, പക്ഷെ നമ്മളൊരു ലിമിറ്റ് വെച്ച് വേണം കഴിക്കാൻ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് കുറച്ച് ചിക്കൻ വറുത്തത്, ഒരു മീൻ വറുത്തത്, കുറച്ച് കാത്തോരൻ, ഇത്രയാണ് ഞാൻ കഴിച്ചത്. അപ്പം ഇന്ന് ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാണ്, ഇച്ചിരിയല്ല നല്ലോണം കുറവാണെന്ന് എനിക്കറിയാം. കാരണം ഇന്ന് എനിക്കിപ്പോൾ വെജ് ഭയങ്കരമായിട്ട് മടുപ്പാണ്. കാരണം ഒരിട ഫുള്ള് ഞാൻ വെജായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഭയങ്കര മടുപ്പാട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അപ്പം ചിലവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പൊട്ടുവെള്ളരി എന്ന് കേട്ടോ. അത് നമ്മുടെ കോട്ടയത്തുള്ളവർക്ക് കൂടുതലായിട്ട് അറിയത്തില്ല, ഈ എറണാകുളം സൈഡിലോട്ടാണ് കേട്ടോ ഇത് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സാധാരണ നമ്മുടെ വെള്ളരി പോലത്തെ ഒരു വലിയ സാധനമാണ്. അത് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കുടിക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ വൈകിട്ടായപ്പോൾ കുറച്ച് കട്ട് മാംഗോസ് കഴിച്ചു. എനിക്ക് മാംഗോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാംഗോ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തരം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാംഗോയുടെ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീസണൽ ഫ്രൂട്ട്സ് ഏതാണോ അത് കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഞാൻ ഒരു ഹാഫ് ക്രീം ബണ്ണും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ നവ്യ ബേക്കേഴ്സ് ഇപ്പം കോട്ടയത്ത് പുതിയതായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അവിടുത്തെ ക്രീം ബണ്ണ് ഭയങ്കര ഫേമസ് അല്ലേ. പക്ഷേ ഇതിന് ഭയങ്കര ക്രീമായിപ്പോയി കേട്ടോ, ഒരുപാട് ക്രീമായിരുന്നു, ഭയങ്കര മധുരമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു പോർഷൻ്റെ പകുതിയേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, നേരത്തെ തന്നെ ടേസ്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നടക്കാൻ പോയി. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഭയങ്കര ഫുൾഫില്ലായൊരു ഡേ ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് 10,000 സ്റ്റെപ്സും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് ഇന്നാണ്. എനിക്കതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂറും 30 മിനിറ്റ്സും ആട്ടോ ഇന്ന് എനിക്ക് എടുത്തത്. ഇടയ്ക്ക് ഞാൻ വാഷ്റൂമിലൊക്കെ പോകും, അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞാൻ ഒന്നും ചെയ്തില്ല, കറക്റ്റ് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഉണ്ട് കേട്ടോ. കാരണം ഫുൾഫില്ല് ചെയ്യാൻ പറ്റി. ഇത്രയും ദിവസം 5,000 7,000, എന്നാലും അത് റെഗുലറായിട്ട് ഒറ്റ സ്ട്രെച്ചിന് എനിക്ക് നടക്കാനും പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് ഫുള്ളായിട്ട് എനിക്ക് നടക്കാൻ പറ്റി, അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ 10,000 സ്റ്റെപ്സും ഞാൻ ഫുള്ളായിട്ട് നടക്കാത്തതിൻ്റെ പല ഇതും എനിക്കിപ്പോൾ കാണുന്നുണ്ട്. കാരണം വെയിറ്റ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതാണ് ഞാൻ വെയിറ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. വെയിറ്റിൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടി ഒരുപാട് പറയുന്നുണ്ട്. എനിക്ക് 67 സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം ഞാനിപ്പം നടക്കുന്നുണ്ട്, ഭയങ്കര കുറവായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് 10,000 സ്റ്റെപ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം നമുക്ക് നാളെ ഡേ 26 കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർ ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.